കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചയാകുന്നത്. അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖം കമ്പനിയിലെ 49% ഓഹരി ലോകത്തിലെ പ്രമുഖ കപ്പൽ കമ്പനിയായ MSCക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ്. ഇതോടെ പല ചോദ്യങ്ങളും ഉയർന്നു. രാജ്യസുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണോ? തുറമുഖത്തിന്റെ നിയന്ത്രണം ഇനി MSCക്കാകുമോ? കേരളത്തിന് ഇതിലൂടെ ഗുണമുണ്ടാകുമോ? ഈ വിഷയത്തിൽ നിരവധി അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലളിതമായി മനസ്സിലാക്കാം. ആദ്യം ഒരു കാര്യം അറിയണം. ഇവിടെ കൈമാറുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശമല്ല. തുറമുഖം ഇപ്പോഴും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്. അദാനി ഗ്രൂപ്പ് സർക്കാർ നൽകിയ കരാർ പ്രകാരമാണ് തുറമുഖം നിർമ്മിക്കുകയും നടത്തിപ്പ് നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ ആ കമ്പനിയിലെ 49% ഓഹരി മാത്രമാണ് MSCക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ തുറമുഖം MSCയുടെ സ്വന്തമാകുന്നില്ല. MSC എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഗതാഗത കമ്പനികളിൽ ഒന്നാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ കമ്പനിക്ക് തുറമുഖങ്ങളുമായി കണ്ടെയ്നർ ടെർമിനലുകളുമായി ബന്ധമുണ്ട്. ഇന്ത്യയിലും MSC പുതിയ കമ്പനിയല്ല. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ഏനൂർ തുറമുഖത്തിൽ അദാനി കമ്പനിയുടെ 49% ഓഹരി കഴിഞ്ഞ 3 വർഷമായി MSCക്കാണ്. അവിടെ ഒരു കണ്ടെയ്നർ ടെർമിനൽ 2044 വരെ നടത്തുന്നതും ഈ കമ്പനിയാണ്. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിലും 3ാമത്തെ ടെർമിനലും MSC ആണ് പ്രവർത്തിക്കുന്നത്. ഇതുപോലെ തന്നെ കേരളത്തിലും വല്ലാർപാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനലിന്റെ നടത്തിപ്പ് ദുബായ് ആസ്ഥാനമായ DP വേൾഡിനാണ്. അവിടെ DP വേൾഡിന് 85% ഓഹരിയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള തുറമുഖമാണെങ്കിലും കരാർ പ്രകാരം സ്വകാര്യ കമ്പനിയാണിത് നടത്തുന്നത്. വർഷങ്ങളായി ഇത് തുടരുകയാണ്. ഈ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയത് വിഴിഞ്ഞത്തിലെ ഓഹരി കൈമാറ്റത്തെ മാത്രം രാജ്യസുരക്ഷയുടെ പേരിൽ വിവാദമാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ചിലർ ഉയർത്തുന്നുണ്ട്. അതേസമയം ഈ ഓഹരി കൈമാറ്റം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അദാനി ഗ്രൂപ്പിന്റെ അപേക്ഷ സംസ്ഥാന സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി, ധനവകുപ്പ് സെക്രട്ടറി, നിയമ സെക്രട്ടറി, വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്നിവരടങ്ങുന്ന ഉന്നതതല സമിതിയാണ് ഈ അപേക്ഷ പരിശോധിക്കുന്നത്. സർക്കാരിന്റെ അനുമതി ലഭിച്ച ശേഷമേ അന്തിമ കരാർ നിലവിൽ വരൂ. ആയതിനാൽ എല്ലാ നിയമ നടപടികളും പൂർത്തിയായ ശേഷമാണ് ഓഹരി കൈമാറ്റം നടക്കുക. ഈ വിവാദം നിക്ഷേപങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമായി കൂടുതൽ വികസന പദ്ധതികളാണ് അദാനി ഗ്രൂപ്പ് ആലോചിച്ചു വച്ചിരിക്കുന്നത്. ക്രൂയിസ് ടെർമിനൽ, ബങ്കറിംഗ് സൗകര്യങ്ങൾ, മറ്റ് അനുബന്ധ പദ്ധതികൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. എന്നാൽ തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും പുതിയ നിക്ഷേപകർ കേരളത്തിലേക്ക് വരാൻ മടിച്ചേക്കാം. അതുവഴി ഭാവിയിലെ വികസന പദ്ധതികൾ വൈകാനും സാധ്യതയുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചെലവിനെ കുറിച്ചും വ്യത്യസ്ത കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ട നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ 5500 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് ചില പ്രചാരണങ്ങൾ. എന്നാൽ യഥാർത്ഥ സർക്കാർ ചെലവ് ഏകദേശം 3040 കോടി രൂപയെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. മറുവശത്ത് അദാനി ഗ്രൂപ്പ് ആദ്യം ഏകദേശം 2454 കോടി രൂപ നിക്ഷേപിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ നിർമ്മാണ സമയത്ത് അത് ഏകദേശം 4400 കോടി രൂപയായി ഉയർന്നു. ഇനി വരുന്ന 3 ഘട്ടങ്ങളുടെ വികസനത്തിനായി ഏകദേശം 16000 കോടി രൂപ കൂടി നിക്ഷേപിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ തുറമുഖത്തിന്റെ ആകെ മൂല്യം ഏകദേശം 27,120 കോടി രൂപയാണെന്നാണ് വിലയിരുത്തൽ. പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ ഏകദേശം 440 കോടി രൂപ വരുമാനം ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ CEO അശ്വനി ഗുപ്ത ഈ വിഷയത്തിൽ വ്യക്തമായ വിശദീകരണവും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം MSCക്ക് 49% ഓഹരി ലഭിച്ചാലും തുറമുഖത്തിന്റെ നിയന്ത്രണം അദാനി കമ്പനിക്ക് തന്നെയായിരിക്കും. MSCക്ക് പ്രത്യേക ഭരണ അധികാരമോ തുറമുഖത്തിന്റെ പ്രത്യേക നിയന്ത്രണമോ ലഭിക്കില്ല. അതുപോലെ തന്നെ MSCക്ക് മാത്രമായി പ്രത്യേക ബെർത്ത് അനുവദിക്കുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് കപ്പൽ കമ്പനികൾക്ക് നിലവിലുള്ളതുപോലെ തന്നെ തുറമുഖം ഉപയോഗിക്കാം. ആരെയും തടയുകയോ പ്രത്യേക പരിഗണന നൽകുകയോ ചെയ്യുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരുമായുള്ള കരാറിൽ ഒരു വ്യവസ്ഥയും ലംഘിക്കാതെ തന്നെയാണ് ഈ ഓഹരി കൈമാറ്റം നടക്കുന്നതെന്നും ആവശ്യമായ എല്ലാ അനുമതികളും ലഭിച്ച ശേഷമേ അന്തിമ കരാർ ഒപ്പിടുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. MSCയുമായുള്ള പങ്കാളിത്തം വിഴിഞ്ഞത്തിന് പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന പ്രതീക്ഷയും അദാനി ഗ്രൂപ്പ് പങ്കുവയ്ക്കുന്നു. ക്രൂയിസ് ടൂറിസം, ബങ്കറിംഗ് സേവനങ്ങൾ, കയറ്റുമതിയും ഇറക്കുമതിയും ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിൽ കൂടുതൽ വളർച്ച നേടാൻ കഴിയുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇതിനൊപ്പം ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ ചരക്ക് വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കാനും സാധിക്കുമെന്ന് കമ്പനി പറയുന്നു. അതിലൂടെ കേരളം ഒരു വലിയ സമുദ്ര ലോജിസ്റ്റിക് കേന്ദ്രമായി വളരാനുള്ള സാധ്യതയും അവർ ചൂണ്ടിക്കാട്ടുന്നു. വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി MSCക്ക് കൈമാറാനുള്ള നീക്കം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടെങ്കിലും ഇത് തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം മാറുന്നതല്ല. തുറമുഖം സർക്കാർ ഉടമസ്ഥയിൽ തന്നെ തുടരും. അന്തിമ തീരുമാനം സർക്കാരിന്റെ അനുമതിക്ക് ശേഷമായിരിക്കും. ഒരു വശത്ത് രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ചിലർ ഉയർത്തുമ്പോൾ മറുവശത്ത് ഇത് കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും സാമ്പത്തിക വളർച്ചയും കൊണ്ടുവരുമെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. ആയതിനാൽ എല്ലാ വസ്തുതകളും പരിശോധിച്ച ശേഷമാണ് ഈ വിഷയത്തെ വിലയിരുത്തേണ്ടത്. വിഴിഞ്ഞത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന തീരുമാനമായതിനാൽ സർക്കാരിന്റെ അന്തിമ നിലപാടാണ് ഇനി നിർണായകമാകുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.